ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ കൂടുതൽ പണി കിട്ടുന്നത് ഷാനവാസിനാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രൊമോയാണ്. ഷാനവാസിനെ ആ ഒരു അക്ബർ നോക്കിയ നോട്ടത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം. പക്ഷേ ഷാനവാസ് അത് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നുണ്ട്, ഒന്ന് നടുങ്ങി ഒന്ന് നോക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രൊമോയിൽ കാണുന്ന ആ പഞ്ചൊന്നും ഈ പറയുന്ന എപ്പിസോഡിൽ ഉണ്ടാകണം എന്നില്ല. പക്ഷെ ചോദിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് മയത്തിലാണെങ്കിലും ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാതെ വിടുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ചോദിച്ചു. പിന്നെ അത്ര വലിയ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊമോ വീഡിയോ കണ്ടതുപോലെയൊക്കെ ലാലേട്ടൻ കയറി ഭയങ്കര ടെററായിട്ട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പൂച്ചയെ പോലെ പതുങ്ങിയേ ഇരിക്കത്തോളൂ. നമുക്ക് ഇനി അടുത്ത ആഴ്ച എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇന്നത്തെ എപ്പിസോഡിലാണ് ഷാനവാസിനോട് ലാലേട്ടൻ ഇത് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഷാനവാസ് എണീറ്റ് നിന്നിട്ട് അത് എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്, ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആദ്യം ഇത് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാം. അതായത് ജിസേലിനെ അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് പറഞ്ഞു. നമ്മൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു സംഭവം വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഇത് അനുമോളും ഒരു തവണ പറഞ്ഞ കാര്യമാണ്. ഷാനവാസും അനുമോളും കൂടെ കമ്പൈൻ ചെയ്ത് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടായിരുന്നില്ല അനുമോൾ അന്ന് പറഞ്ഞത്. പക്ഷെ അനുമോൾ പറഞ്ഞ സാഹചര്യം വേറെ ആയിട്ടാണ് അനുമോൾ അന്ന് പിന്നീടത് ലാലേട്ടനോട് പറഞ്ഞത്. ഇപ്പോൾ ഷാനവാസ് ഇത് പറയുമ്പോഴും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഷാനവാസ് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിലും ഷാനവാസ് ഉരുണ്ട് കളിക്കാനേ കഴിയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ഒരു കൂടുള്ള ഒരു മത്സരാർത്ഥിയെ കുറിച്ചുള്ള അങ്ങേയറ്റം ഒരു മോശമായ ഒരു ആരോപണമാണ്. അവനെ തല്ലിയെന്നോ ചീത്ത വിളിച്ചെന്നോ അച്ഛനെ വിളിച്ചെന്നോ എന്നല്ല, മോശമായ രീതിയിൽ ഒരു സ്ത്രീ മത്സരാർത്ഥിയെ, തൻ്റെ ഒരു സഹമത്സരാർത്ഥി നോക്കി എന്നാണ്. ഇതിനി ഗഡ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാനവാസിന് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഷാനവാസിന് പറയാൻ സാധിക്കില്ല. ലാലേട്ടൻ അത് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷാനവാസും അക്ബറും അപ്പാനിയും എല്ലാം തന്നെ നല്ല മത്സരാർത്ഥികളാണ്. ഇതൊക്കെ നല്ല മത്സരാർത്ഥികളായിരിക്കും, ബിഗ് ബോസിന് ഒരു അസറ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ടല്ലേ ബിഗ് ബോസ് ഇവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അക്ബറും എല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങോട്ട്, ആ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് വേറൊരു വൃത്തികെട്ട ഗ്രൂപ്പ് ഉണ്ടാക്കി വേറെ ലെവലിലേക്ക്. അപ്പം ഷാനവാസ് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരാഴ്ച കണ്ട ഒരു പഞ്ചും പിന്നെ ഷാനവാസിന്റെ അയലത്തൂടെ പോലും പോയിട്ടില്ല. അതിന് കാരണം ഒനീലും അഭിലാഷുമാണ്. എസ്പെഷ്യലി ഒനീലിനെ സത്യത്തിൽ ഇങ്ങനെ ഒന്ന് നിർത്തിപ്പൊരിച്ചാൽ പോരാ. കാരണം ഒനീൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ബോധവുമില്ലാതെ ബിഗ് ബോസ് ഹൗസിൽ സംസാരിച്ച പല ഭാഷകളുണ്ട്. ഈ ഒനീലിനെ പലതവണ നന്നായിട്ട് വാൺ ചെയ്തിട്ടുണ്ട്. ഷാനവാസ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒനീലെ നീ ചെയ്യുന്നത് തെറ്റ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഷാനവാസ് ആ പറഞ്ഞ രീതി കുറച്ചും കൂടെ ഹാർഷ് ആകണമായിരുന്നു. അവിടെ ആ ഗ്രൂപ്പിസം ഉള്ളത് കൊണ്ടാണ് ഷാനവാസ് മാറ്റി പിടിച്ചിരുത്തി ഒനീലെ അങ്ങനൊന്നും ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കോണ്ടന്റ് ആക്കാൻ ഷാനവാസിന് കഴിഞ്ഞില്ല. അതായത് ഒനീല് സംസാരിച്ച രീതി, അബിയുടെ ഭാഗത്തുനിന്ന് വന്ന നാക്കിൽ വന്ന പിഴ, അഭിയൊക്കെ നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഞാൻ പറഞ്ഞൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അതെന്തൊക്കെയാണെങ്കിലും അത് ആര്യനും ജിസേലുമാണ്. ഈ ആര്യൻ ജിസേൽ ഇവരെ ആരൊക്കെ എതിർക്കുന്നോ അവരായിരിക്കും ഈ സീസണിലെ ഏറ്റവും നല്ല പ്ലെയർ എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഈവൻ അനീഷ് ഉൾപ്പെടെ കുറച്ചൊന്ന് മയത്തോടെയാണ് ഇവരോടും സംസാരിക്കുന്നത്. അനീഷ് ബാക്കി ഇപ്പം ഈ ഷാനവാസൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വിളിച്ചു പറയും. പക്ഷെ അതേ കണക്ക് അനീഷ് ആര്യന് സംസാരിക്കുമ്പോഴും വിളിച്ചു പറയണം. ജിസേലിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്, എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കോഫിയുടെ കാര്യത്തിൽ ജിസേൽ അത് ഒളിപ്പിച്ചു വെച്ചു എന്നും ഇനിയും തൻ്റെ കയ്യിലുണ്ട് എന്ന് ജിസേൽ പറയുമ്പോൾ അനീഷ് വന്ന് നന്നായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. അതേ പവർ ആര്യൻ്റെ അടുത്തും കൂടി കാണിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തിയിലേക്ക് വരാം. അക്ബർ പുറത്ത് നല്ലൊരു ഗായകനാണ്, നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് പലയിടത്തു നിന്നും അക്ബറിനൊരു ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മറ്റേ ഭൂമി കയ്യേറുക എന്ന് പറയുന്ന ഒരു ടാസ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരീരത്തിൽ അടിക്കുകയും ഇടിക്കുകയും തൊടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടൊന്നും തൊടാനുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരുപാട് കമൻസുകളും അത്തരത്തിലുള്ള കുറേ മ്ലേച്ഛമായിട്ടുള്ള വീഡിയോകളും ഒക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാം. പക്ഷേ അതിപ്പോഴും എനിക്ക് ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാതെ എനിക്ക് പറയാൻ തോന്നുന്നത്
അവിടെ മറ്റുള്ള ഒരു സ്ത്രീ മത്സരാർത്ഥികളും അത്തരത്തിലുള്ള ഒരു അലിഗേഷൻ, അങ്ങനെ ഒരു പരാമർശമൊന്നും എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മോശം അനുഭവം അവിടെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ അക്ബർ ഇത്തരത്തിലുള്ളൊരു സംസാരം, അത് പുറത്തെ ആൾക്കാർ കാണുമെന്നും ലാലേട്ടൻ അത് ചോദിക്കുമെന്നും ഒന്നും ചിന്തിക്കാതെ ആ സമയത്ത് അത് വായിൽ നിന്ന് വീണത് എന്തുകൊണ്ടായിരിക്കാം ജിസേലിനെ അന്ന് രാത്രി വിളിച്ച് അടുത്തിരുത്തി ഇത് പറഞ്ഞത്? ജിസേലിനോട് അല്ലെങ്കിലും ഷാനവാസ് കുറച്ചധികം ഒരു മമതയും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിസേല നീ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടണം, ജിസേല നീ ഇങ്ങനെയൊക്കെ നടക്കണം, ജിസേല നീ ആരിൻ്റെ ആ ഒരു കുഴിയിൽ ചെന്ന് ചാടരുത്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാലേട്ടൻ വരുന്ന സമയത്ത് ജിസേലിൻ്റെ ഒരു സംസാരമുണ്ട്, അത് ചങ്ക് പൊറ്റി ലാലേട്ടാ. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒന്നാമതോ തുണിയില്ല, അതിൻ്റെ കൂടെ മുട്ടയടിച്ച. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മലയാളം അറിയാതെ മലയാളം സംസാരിക്കുന്ന എല്ലാവരും ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കും. കേട്ടിരിക്കുമ്പോൾ നമുക്ക് ചിരി വരും, നല്ല രസമാണ് ജിസേൽ അത് സംസാരിക്കുന്നത് കേൾക്കാൻ. പക്ഷേ അതിൻ്റെ പേരിൽ ജിസേൽ ഒരു പാവമാണ്, ജിസേൽ അയ്യോ എന്തൊരു പാവം എന്ന് പറയാൻ സൗകര്യമില്ല, തീരെ സൗകര്യമില്ല. ജിസേലിനോട് അങ്ങ് മൂത്ത അസൂയാണെന്ന് പറഞ്ഞാലും സൗകര്യമില്ല. കാരണം ആര്യനും ജിസേലും ബാക്കി ഈ പറയുന്ന പാവങ്ങളെയൊക്കെ തല്ലിച്ചതച്ച് അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിച്ചിട്ട് ഈ പറയുന്ന ടോപ്പ് 2 എത്താനായിട്ട് ആശിക്കുകയാണെങ്കിൽ പിന്നെ ഷാനവാസും അക്ബറും അനീഷും പിന്നെ ഈ അനുമോളും ഒക്കെ എന്തിനാ? അവർക്കും ഗെയിം കളിക്കണ്ടേ? അവർക്ക് ഗെയിം കളിക്കാൻ അവരായിട്ട് തന്നെ ചിന്തിച്ച് ഗെയിം കളിച്ചേ പറ്റൂ, അല്ലാതെ നമ്മൾ ഇതിനൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഏതായാലും ശരി, ഷാനവാസ് ഇപ്പോൾ ലാലേട്ടൻ കൊടുത്ത ഒരു സ്പേസ് ആണ് ഷാനവാസിന് ഇപ്പോൾ കയറി ഗോൾ അടിക്കാം. അതായത് നല്ല രീതിയിൽ സ്ഫുടമായിട്ട് അക്ബർ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഷാനവാസിന് കഴിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ മനഃപൂർവ്വം ലാലേട്ടൻ ഇട്ട് കൊടുക്കുകയാണ്, അക്ബറും ഷാനവാസും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകാൻ വേണ്ടി. ഇവിടെ ഷാനവാസ് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് പിന്മാറുകയാണെങ്കിൽ ഷാനവാസിന് അത് സത്യത്തിൽ ഒരു നെഗറ്റീവ് ആകും. അതേപോലെ അക്ബറിന് അതൊരു പോസിറ്റീവ് ആകും. അക്ബറിനെ കുറിച്ചാണ് അങ്ങനെ ഒരു പരാതി പറഞ്ഞത്, അക്ബർ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് അക്ബറിന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഏതായാലും ലാലേട്ടൻ ഈ പറയുന്ന, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ലാലേട്ടൻ ആഴ്ചകളിൽ വന്ന് എന്തൊക്കെ പറയുന്നു അതനുസരിച്ചായിരിക്കും ഇവരുടെയൊക്കെ അടുത്ത ഒരാഴ്ച എന്ന് പറയുന്നത്. അതിൽ എനിക്കിപ്പം ഒരു കാര്യത്തിൽ ഒനീലിനെയും അതുപോലെ അബീനെയും ഒക്കെ നമുക്ക് ഇനിയും ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവരൊക്കെ ഇത്രയും ഒച്ച വെച്ച് സംസാരിച്ച് ബഹളമൊക്കെ വെച്ചിട്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ചീത്ത വിളിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമല്ല. അതുമാത്രമല്ല, റെനയെ അവിടെ എണീപ്പിച്ച് നിർത്തി എന്തോ ചോദിച്ചപ്പോഴത്തേക്കും ഒനീൽ അന്നേരവും പുച്ഛഭാവമൊക്കെ ആയിരുന്നു ലാലേട്ടൻ്റെ മുന്നിൽ പോലും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ആര്യൻ്റെ പെരുമാറ്റം ഇനി എങ്ങനെ മാറും എന്നുള്ളതാണ്. അതേപോലെയാണ് ഷാനവാസും അക്ബറും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കളിച്ച് കയറുവാണെങ്കിൽ ഇവർക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് എന്താണെങ്കിലും നല്ലൊരു പോപ്പുലാരിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. ഏതായാലും ഇന്നത്തെ ഈ ലാലേട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ്, ഷാനവാസിൻ്റെ അടുത്തുള്ള പെർഫോമൻസ്, അത് ഈ ഒരു പഞ്ച് കിട്ടുന്ന ലെവലിലേക്ക്, അതായത് ആ പ്രൊമോ കണ്ട ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അക്ബറിന് നല്ലൊരു ഗുണമായിരിക്കും. പിന്നെ അക്ബറിൻ്റെ ഉമ്മ വന്ന് സംസാരിച്ചതിലും കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് അക്ബർ സ്ത്രീകളോടുള്ള രീതികൾ അത് ആ ഉമ്മ സംസാരിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ചെറിയൊരു കാര്യം മാത്രമേ നമ്മളെയും കാണിച്ചിട്ടുള്ളൂ. അതിനകത്ത് കംപ്ലീറ്റ്ലി നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് എന്തായാലും ഗസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. കുറച്ചൊക്കെ സ്ക്രിപ്റ്റഡ് അല്ല എങ്കിലും എഡിറ്റഡ് ആണ്, ഒരുപാട് എഡിറ്റഡ് ആണിത്. കാരണം ഒരു ദിവസം മുഴുവൻ നടക്കുന്ന കാര്യം 1.5 മണിക്കൂറിനകത്താണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ ഈ ഒരാഴ്ച, ഈ 2 ദിവസം ലാലേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരും നല്ല പേടിച്ച് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പം വൃത്തിയുടെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇനി ഈ ആഴ്ച എങ്ങനെ പോകും, ശങ്കരൻ പിന്നെയും തന്നെയാണോ എന്നുള്ളതും കണ്ടറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം, ബൈ.